വൈജു നായരുടെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക. അതിൽ പറയുന്ന ന്യൂ 5 EVയുടെ മൈലേജ് പറയുന്നത് ഇവർക്ക് കിട്ടുന്നത് 450 എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 400 AC ഇട്ടുകൊണ്ട് 400 വരെ വണ്ടിക്ക് കിട്ടാം. 400 മേലെ കിട്ടിയതിൻ്റെ അറിവിലില്ല. ഇനി അവർ AC ഇല്ലാതെയാണ് ഉപയോഗിച്ചത് അറിയില്ല. എന്തായാലും 400 വരെ മൈലേജ് കിട്ടും, സംശയമൊന്നുമില്ല. AC ഇട്ട് കഴിഞ്ഞാൽ 400 വരെ, ഇടാതെ 450 ചിലപ്പോൾ കിട്ടാം. എൻ്റെ വണ്ടിക്ക് ഞാനിന്ന് ഓടിച്ച് ലൈവായിട്ട് ഓരോ 10-20% നമുക്ക് ലൈവായി ഇതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ കിട്ടിയ മൈലേജാണ്. അതിന് നുണ പറയാതെ പറയരുത്. ആ 13-11% നിന്ന് 100% ആവാൻ കാണിക്കുന്ന സമയം 1 മണിക്കൂറും 15 മിനിറ്റുമാണ് കേട്ടോ. ഇത് ചാർജ് മോഡാണ്, 60 kVൻ്റെ ചാർജ് മോഡ്. നമസ്കാരം, റാഫി മാഷാണ്. ഞാനും മുന്നും തിരുപ്പൂർക്കുള്ള യാത്രയിലാണ്. അവള് സ്റ്റഡി ലീവിന് വന്നതായിരുന്നു. അപ്പം ഇന്നിപ്പോൾ പരീക്ഷ ഫീസ് അടക്കുന്ന ദിവസം പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ട് പോവാണ്. ശരിക്കും ഞാനല്ല ഇന്ന് ഡ്രൈവ് ചെയ്യേണ്ട ആൾ കേട്ടോ, മുന്നുമാണ്. ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞ പക്ഷേ അങ്ങോട്ട് തിരുപ്പൂർക്ക് ഞാൻ ഡ്രൈവ് ചെയ്തോളാം, നിങ്ങൾ ഇറങ്ങിക്കൊണ്ടി തിരിച്ചു വരുമ്പോൾ ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ 6 മണിക്കാണ് വരിയെന്ന് പോകുന്നത്. പക്ഷേ രാവിലെ എണീറ്റപ്പോൾ പറയാം, ഞാൻ ഒന്നും കൂടി കുറച്ച് ഉറങ്ങാണ്ട്, ഒന്നും കൂടി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ആള് നല്ല ഉറക്കത്തിലായിരുന്നു. ഞങ്ങൾ പാലക്കാട് എത്തി. ഞാൻ സാധാരണ എല്ലാ യാത്രയിലും റേഞ്ച് ടെസ്റ്റ് ചെയ്യുന്ന യാത്രയിലൊക്കെ ഞാൻ ഇതുവരെ ചെയ്തിരുന്നത് കൂടുതലും എക്കോ മോഡിലാണ് ഓടിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം ഇങ്ങനെ പല ആളുകളുടെയും അഭിപ്രായങ്ങളും പല കമൻസും കേട്ടപ്പോൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ സിറ്റി മോഡിൽ നമുക്ക് ഓടിക്കേറ്റവും സുഖം സിറ്റി മോഡാട്ടോ, അതിൽ സംശയമൊന്നുമില്ല. എക്കോ മോഡിലേറെ സുഖം സിറ്റി മോഡാണ്. കാരണം സിറ്റി മോഡിൽ നമ്മൾ ആക്സിലേറ്റർ തൊട്ടെടുത്താൽ മതി, വണ്ടി നല്ല പോക്കും. ഒരു യാത്രക്ക് ഒരു കംഫർട്ട്, ഒരു ഡ്രൈവിംഗ് കംഫർട്ടുള്ള സാധനം സിറ്റി മോഡാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഫുള്ളായിട്ട് സിറ്റി മോഡിൽ റീജനറേഷൻ L1 കൊടുത്തിട്ടുള്ളൂ. L1 സിറ്റി മോഡിലാണ് യാത്ര ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ശരിക്കും നല്ല റേഞ്ച് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ 20%, 10% ഓടിയപ്പോൾ ഏകദേശം 42 കിട്ടി. 20% ഓടിയപ്പോൾ ഏകദേശം 82 കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 400 റേഞ്ച് വെച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 350 കിലോമീറ്റർ മേലെ യാത്ര ഉണ്ടല്ലോ. അപ്പോൾ നല്ല ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം ഞാൻ NHM-ലാണ്. സിറ്റി മോഡുള്ള ഒരു പരീക്ഷണമാണ്. സിറ്റി മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര റേഞ്ച് കിട്ടും എന്നുള്ളത്. ഇപ്പം എനിക്ക് ഇതുവരെ തോന്നിയെന്ന് വെച്ചാൽ ശരിക്കും സിറ്റി മോഡിൽ നമുക്ക് നന്നായിട്ട് ഒരു 60-70 സ്പീഡിൽ, അല്ലെങ്കിൽ ഒരു 50 മുതൽ 70 വരെ സ്പീഡിൽ കറക്റ്റ് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ, ആക്സിലേറ്റർ ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റേഞ്ച് പ്രതീക്ഷിക്കാം. മാത്രമല്ല AEC ആവറേജ് എനർജി കൺസപ്ഷന് 100ന്റെ അണ്ടറിലാണ് നിൽക്കുന്നത്. രാവിലെ എടുത്തപ്പോൾ 150 ഉണ്ടായിരുന്നു. അതിങ്ങനെ ഒരു 10 കിലോമീറ്റർ കൂടി ആയപ്പോഴേക്ക് ഏകദേശം 110, 105 വന്ന് ഇപ്പോൾ 100ന്റെ അണ്ടറിലാണ്. ഇപ്പോൾ 98ലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 100ന്റെ അണ്ടറിലാണ് നിൽക്കുന്നത്. അതാണ് ഈ റേഞ്ച് ഇങ്ങനെ കിട്ടാനൊരു കാരണം ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ ഈ EV 5 EV യൂസ് ചെയ്യുന്ന ഡ്രൈവേഴ്സ് അത് പ്രത്യേകം നോക്കേണ്ടത് നമ്മളെ AEC ആവറേജ് എനർജി കൺസപ്ഷൻ മാക്സിമം കുറയുന്ന രീതിയിൽ 100ന്റെ അണ്ടറിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഓടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നല്ല റേഞ്ച് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ EV ഓടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കിട്ടുമെന്ന് പലരും ചോദിക്കും, കമൻറ്റ് ചോദിക്കും. കൃത്യമായിട്ട് അമിതമായ ആക്സിഡൻറ്റ് കൊടുത്തിങ്ങനെ അമർത്തി ചവിട്ടി പിടിക്കാതെ കൊടുക്കുക. ഒരു 60-70 സ്പീഡായി കഴിഞ്ഞാൽ മെല്ലൊന്നും ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരിക. പിന്നെ അപ്പോൾ ആ ഒരു 50-60 സ്പീഡ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ ഒരു രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റേഞ്ച് പ്രതീക്ഷിക്കാം. അല്ലാതെ വെറുതെ ആക്സിഡൻറ്റ് കൊടുത്തിട്ട് ഒന്നായിട്ട് റേസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ നല്ല സ്പീഡ് കിട്ടുന്ന നല്ല പുള്ളിങ്ങാണ്, സിറ്റി മോഡാണ്, നല്ല പുള്ളിങ്ങാണ്. അപ്പോൾ ആ രീതിയിലാണ് സിറ്റി മോഡ് വണ്ടി ഓടിക്കേണ്ടത്. പിന്നെ ഞങ്ങളിപ്പോൾ രാവിലെ ചായ കുടിച്ചു പാലക്കാട് ബൈപ്പാസിൽ നിന്ന്. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ പറയുന്നത്, അതിനായിട്ടൊരു വീഡിയോ പറയുന്നുണ്ട്. കാരണം അറിയോ, ഈ ഹോട്ടലിലേക്ക് ഒരു ധാരണ ഉണ്ട്, നമ്മൾ ഈ ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ആൾക്കാരൊക്കെ പൊട്ടന്മാരാന്നൊരു ധാരണ ഉണ്ട്. അതല്ല എന്ന് ഞാൻ അവിടുത്തെ അതിൻ്റെ ഓണേഴ്സിനോട് ഞാൻ പറഞ്ഞു, കൗണ്ടറിക്കുന്ന ആളോട് ഞാൻ പറഞ്ഞു, ഞങ്ങളത് പൊട്ടന്മാരല്ല, പ്രത്യേകിച്ച് ഞങ്ങൾ മലപ്പുറംകാരാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ നല്ല അനുഭവമുള്ള ആൾക്കാരാണ്, നന്നായി അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ആളുകളെ പറ്റിക്കരുതെന്ന് ഞാനോട് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ ഞാൻ എന്തായാലും ഒരു ചെറിയ വീഡിയോ ആയിട്ട് വേറെ ഇടുന്നുണ്ട്. .2 കിലോമീറ്റർ ആയി. നമ്മൾ 50% നമ്മൾ ഓടിക്കഴിഞ്ഞു.
50% ബാറ്ററി പെർസെൻറ്റേജ് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഏകദേശം 191 കിലോമീറ്ററാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 380 വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന റേഞ്ച് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സിറ്റിയിലാണ് L1 പോണത്. ഏകദേശം ഒരു 100-105 ഉള്ളിൽ ആണ് AC വരുന്നത്. ആവറേജ് എനർജി കൺസംഷൻ ഒരു 100-ൻ്റെ 104-ൻ്റെ 105-ൻ്റെ അടിയിൽ ഇങ്ങനെ എപ്പോഴും നിൽക്കുന്നത്. അത്യാവശ്യം 380 മൈലേജ് കാണുന്നുണ്ട്. ഇനിയും യാത്ര ചെയ്യാനുണ്ട്. ഇനി ഏകദേശം ഒരു 100-160 കിലോമീറ്റർ ഇനി ഓടാനുണ്ട്. നമ്മൾ തിരിച്ച് നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ്, നല്ല എല്ലാ ഭാഗത്തും നല്ല മഴയാണ്. ഇപ്പം നമ്മൾ ഏകദേശം 270 കിലോമീറ്റർ ഓടി. അതിനുവേണ്ടി എടുത്ത എനർജി എന്ന് പറയുന്നത് 70%. അങ്ങനൊരു 385 കിലോമീറ്റർ റേഞ്ചിലാണ് നമുക്ക് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോശമല്ലാത്ത റേഞ്ച്. ആദ്യം മുതലേ ആ ഒരു സിറ്റി മോഡിൽ 385-390 റേഞ്ചാണ് പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു അളവ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം 310 കിലോമീറ്റർ ഓടി. അതിലെടുത്ത എനർജി എന്ന് പറയുന്നത് 80%. അപ്പോൾ 387 കിലോമീറ്റർ ആവറേജ് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ സിറ്റി മോഡിൽ ഓടിക്കുമ്പോൾ മൈലേജ് കുറയുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ കാര്യമായ കുറവൊന്നുമില്ല, അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, വണ്ടിക്ക് ഏറ്റവും നല്ലത്, എൻ്റെ അറിവ് ഇപ്പോൾ ഒരു പിന്നെ ചർച്ച വരുന്നത് ഏറ്റവും നല്ലത് സിറ്റി മോഡാണെന്നുള്ളതാണ്. വണ്ടിയുടെ ബാറ്ററി ലൈഫിനൊക്കെ നല്ലത്. നമ്മൾ ഏകദേശം പെരിന്തൽമണ്ണ എത്തിയപ്പോൾ 341 കിലോമീറ്റർ ഓടി 89% എടുത്തിട്ടാണ് ഓടിയത്. അതിന് ഏകദേശം അപ്പോൾ 3.83 അല്ലെങ്കിൽ ഒരു 383-85 റേഞ്ചാണ് കിട്ടുന്നത്. ഇനി ചാർജ് ചെയ്യാൻ എനിക്ക് മലപ്പുറം പോകേണ്ടതുണ്ട്. അപ്പോൾ വീണ്ടും ചാർജ് ചെയ്യാൻ നമ്മൾ പെരിന്തൽമണ്ണ ഏറ്റവും ചാർജ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ബൈപ്പാസ് ജംഗ്ഷൻ കഴിഞ്ഞിങ്ങനെയുള്ള മുഗൾ പാർക്ക് ഒരു ഹോട്ടലാണ്. അതിൻ്റെ കുറച്ച് ഉള്ളോട്ടാണ്, ഒരു 50 മീറ്റർ ഉള്ളോട്ടാണ്. പക്ഷേ ഏറ്റവും നല്ല ഒരു ചാർജിങ് മെഷീനാണ്, കാരണം ചാർജ് മോഡിൻ്റെതാണ്. അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോൾ വന്നാലും നമുക്ക് അത് കൂടുതൽ വണ്ടി ഉണ്ടാവാറില്ല ആ ഒരു ഏരിയയിൽ, കാരണം കുറച്ച് ഉള്ളോട്ടായതുകൊണ്ട് തന്നെ. അപ്പോൾ അതാണ് ഏറ്റവും നല്ല 260 kVയുടെ 2 ചാർജ് മോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ 11% നിന്ന് നമ്മളിപ്പോൾ 3% കയറി. ഇത് മൊത്തം പറയുന്നത് 1 മണിക്കൂറും 15 മിനിറ്റ് കൊണ്ടാണ് ഈ ഫാസ്റ്റ് ചാർജിങ്ങിൽ 60 kVയുടെയാണ്. 60 kVയുടെ ചാർജ് മോഡാണ്. ചാർജ് മോഡിൻ്റെ ഓപ്ഷനാണ്, മെഷീനാണ്. അതിന് കാണിക്കുന്ന സമയം 1 മണിക്കൂറും 15 മിനിറ്റുമാണ്. നല്ല മഴയാണ്, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാർജിങ്ങിന് പ്രശ്നമില്ല വിചാരിക്കണം. മഴയത്ത് ആരെങ്കിലും ചാർജ് ചെയ്തിട്ടുണ്ട്? എന്താ അവസ്ഥ? നല്ല മഴ പെയ്യുമ്പോൾ മഴ കൊണ്ടുപോയി ചാർജ് ചെയ്ത ആൾക്കാർ, വണ്ടി നിർത്തി ചാർജ് ചെയ്ത ആൾക്കാരുണ്ടാവും. നല്ല മഴയത്താണ് ചാർജിങ്. ഒരു സംശയം ഉണ്ടായിരുന്നു മഴ കൊണ്ടല്ല എന്താവും എന്നുള്ളത്. എൻ്റെ വണ്ടി മാത്രമല്ല, നെക്സോൺ ഉണ്ട്. നെക്സോണും നല്ല മഴയത്താണ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഴ കൊണ്ട് നെക്സോൺ നിൽക്കുന്നത്. അപ്പോൾ മഴയത്തും ചാർജ് ചെയ്യാം എന്ന് വിചാരിക്കണം. കഴിയുമ്പോൾ അറിയാം എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പം അങ്ങനെ ഇന്നത്തെ തിരുപ്പൂർ യാത്ര കഴിഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് മലപ്പുറം പോകണ്ടായിരുന്നു. ഞാനിപ്പോൾ ചാർജ് ചെയ്ത് മൊത്തം ഞാനിന്ന് ഓടിയത് പെരിന്തൽമണ്ണ എത്തിയപ്പോൾ, തിരുപ്പൂർ പോയി പെരിന്തൽമണ്ണ എത്തിയപ്പോൾ 342 കിലോമീറ്റർ ഓടി. ഏകദേശം ശതമാനം വെച്ച് നോക്കുകയാണെങ്കിൽ 384 കിലോമീറ്റർ എനിക്കിന്ന് റേഞ്ച് കിട്ടിയിട്ടുണ്ട്. 384 കിലോമീറ്റർ. ഇനി അതല്ല ബാക്കിയുള്ള നോക്കുകയാണെങ്കിൽ 342 ഓടിയതും 40 കിലോമീറ്റർ ബാക്കി ഓടാനുള്ളതുണ്ട്. അങ്ങനെ വരുമ്പോൾ 380. അപ്പം 380-ൻ്റെ മേലെയാണ് ഇന്ന് 380-85-നുള്ളിലാണ് ഇന്ന് എനിക്ക് തിരുപ്പൂർ പോയപ്പോൾ റേഞ്ച് കിട്ടിയിട്ടുള്ളത്. അത് സിറ്റി മോഡിലാണ്, റീജനറേഷൻ ലെവൽ 1-ലാണ് ഇട്ടിട്ടുള്ളത്. ഫുള്ള് ഒരു ആവറേജ് സ്പീഡിലാണ് പോയിട്ടുള്ളത്. ഒരു 70, 80, 60, 50 ആവറേജിലാണ് പോയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ 102 അല്ലെങ്കിൽ 100 മുതൽ 105-ൻ്റെ ഉള്ളിലാണ് എനിക്ക് AC വന്നിട്ടുള്ളത്, ആവറേജ് എനർജി കൺസംഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് കിട്ടിയ മൈലേജാണ്. ഇത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾ നുണ പറയുകയാണ്, അത്ര കിട്ടില്ല ഇത്ര കിട്ടില്ല. അതൊന്നും എന്നെ ബാധിക്കുന്ന സംഭവമല്ല. എൻ്റെ വണ്ടിക്ക് ഞാനിന്ന് ഓടിച്ച് ലൈവായിട്ട് ഓരോ 10-20% നമുക്ക് ലൈവായി ഇതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ കിട്ടിയ മൈലേജാണ്. അതിന് നുണ പറയാതെ പറയരുത്. പിന്നെ എനിക്ക് മൈലേജ് കൂട്ടി പറയേണ്ട ആവശ്യമില്ല, അതേപോലെ തന്നെ കുറച്ച് പറയേണ്ട ആവശ്യമില്ല. ഞാൻ കൂട്ടിയും പറയുന്നില്ല, കുറച്ചും പറയുന്നില്ല. എൻ്റെ വണ്ടിക്ക് എനിക്ക് ഇന്ന് ഓടിയപ്പോൾ കിട്ടിയ മൈലേജാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, കംപ്ലൈൻറ്റുകൾ പലത് പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്തൊരു കഴിഞ്ഞ വീഡിയോ പറഞ്ഞ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ നാളെ എനിക്ക് അതിൻ്റെ പിന്നെ അപ്ഡേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ കംപ്ലൈൻറ്റുകൾ അത് അങ്ങനെ പറയുന്നുണ്ട്. റേഞ്ചിൻ്റെ കാര്യത്തിൽ എനിക്കിതുവരെ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇന്ന് എനിക്ക് നല്ല റേഞ്ച് കിട്ടിയിട്ടുണ്ട്. 384 വരെ എനിക്കിന്ന് റേഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഉള്ളത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിനൊന്നും ആരും വിഷമിക്കണ്ട. പിന്നെ എല്ലാ വണ്ടിക്കും ഇത് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല, എനിക്ക് പറയാൻ കഴിയില്ല.
എൻ്റെ വണ്ടി ഞാൻ ഓടിച്ച അനുഭവം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പിലൊക്കെ ചർച്ച ചെയ്ത് മനസ്സിലാക്കുന്നത്, പല വണ്ടികൾക്കും ഇതുപോലെ നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. മിക്കവാറും എല്ലാ വണ്ടികൾക്കും അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട് തന്നെ മനസ്സിലാക്കുന്നത്. ഓക്കെ,